ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ICICI ബാങ്കിന്റെ ഡാറ്റ ബ്രീച്ച്, ഭയങ്കരമായിട്ടൊരു വലിയൊരു ഡാറ്റ ബ്രീച്ച് ഇപ്പോൾ നടന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ പുതിയ ക്രെഡിറ്റ് കാർഡ്സുകൾ ഇപ്പോൾ റീസെന്റ് എടുത്ത പുതിയ ക്രെഡിറ്റ് കാർഡ്സുകളുടെ ഡീറ്റെയിൽസ് കുറേ പേർക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു ശരിക്കും പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഗ്ലിച്ചാണ്, അല്ലെങ്കിൽ ഒരു ബഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവരുടെ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണിത്. എന്താ വെച്ചാൽ ഇപ്പോൾ പുതിയ ഇഷ്യൂ ചെയ്ത ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഇത് പഴയ ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാനും ICICI ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 2 കൊല്ലമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമറാണ് ഞാനും. ആക്ച്വലി പ്രശ്നം ഉണ്ടായിരിക്കുന്നത് പുതിയ കസ്റ്റമേഴ്സിനാണ്. എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഇപ്പോൾ റീസെന്റ് എടുത്ത പുതിയ ആൾക്കാരുടെ ഇപ്പോൾ റീസെന്റ് ഡെലിവർ ആയി 1-2 ദിവസത്തിലുള്ള ഡെലിവർ ആയതും അതുപോലെ തന്നെ ആവാതിരിക്കുന്നതൊക്കെ ആയുള്ള ക്രെഡിറ്റ് കാർഡുകൾക്കാണ് പണി കിട്ടിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സോഫ്റ്റ്വെയർ ഇഷ്യൂ കാരണം ശരിക്കും നമുക്കറിയായിരിക്കും നമ്മുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു നമ്പർ സംഭവങ്ങളൊക്കെ ഇതെല്ലാം സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതെല്ലാം ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ലിങ്ക് ആവും. എന്നിട്ടാണ് നമ്മൾ iMobile പോയി നോക്കുമ്പോൾ നമുക്ക് ആ മൊബൈൽ നമ്പർ വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അൺനോൺ ആൾക്കാരുടെ നമ്പറിലേക്കൊക്കെ ഈ സാധനം ലിങ്ക് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ICICI ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർക്ക് ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ട് അവർക്ക് എല്ലാം ഒരു ആപ്പാണല്ലോ. iMobile എന്ന് പറയുന്നത് ഒരു സേവിങ്സ് അക്കൗണ്ടിനും കറണ്ട് അക്കൗണ്ടിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർക്ക് വരെ അവരുടെ iMobile ആപ്പിൽ അവർക്ക് ക്രെഡിറ്റ് കാർഡ് കാണിക്കുന്നത്, അതായത് വേറൊരാളുടെ ക്രെഡിറ്റ് കാർഡാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ആൾക്ക് ആ ഡീറ്റെയിൽസ് ഫുള്ള് കാണാം, ആ ക്രെഡിറ്റ് കാർഡ് ഫുൾ മാനേജ് ചെയ്യാം. അങ്ങനെ കുറേ പേരുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ റീസെന്റ് എടുത്ത എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റീസെന്റ് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ട്വിറ്ററിലും ഒക്കെ ആൾക്കാർ ട്വീറ്റും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഇപ്പോൾ നോർത്തിലാണ് ക്രെഡിറ്റ് കാർഡ് കമ്മ്യൂണിറ്റിയിലൊക്കെ ഇതിനെ കുറിച്ച് കംപ്ലൈൻസ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ക്രെഡിറ്റ് കാർഡ് കമ്മ്യൂണിറ്റി ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ആക്ച്വലി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഇപ്പോൾ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വലുതായിട്ട് ഞാൻ വേറൊരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലും ഇതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിൽ ക്രെഡിറ്റ് കാർഡ് കമ്മ്യൂണിറ്റി സംഭവമൊന്നും ഇല്ല. ക്രെഡിറ്റ് കാർഡ് കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അതിനൊന്നും നമ്മളിപ്പോൾ എന്താ പറയാ, ഒരു യൂണിയൻ എന്നൊക്കെ പറയില്ലേ, എന്താ നോർത്തിലൊക്കെ ഇഷ്ടം പോലെ ഇതുപോലെ ക്രെഡിറ്റ് കാർഡ് കമ്മ്യൂണിറ്റികളുണ്ട്. അപ്പൊ അത് ത്രൂ ആണ് ആക്ച്വലി ഇത് ഫുള്ളി ഇപ്പോൾ പുറത്ത് വന്നത്. അതല്ലെങ്കിൽ ഇപ്പൊ കുറെ പേരുടെ പണി കിട്ടിയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് പുറത്ത് വന്നതിന് ശേഷം ICICI ബാങ്ക് ഇത് അക്സെപ്റ്റ് ചെയ്യലും അതുപോലെ തന്നെ 17,000 ആൾക്കാരുടെ പുതിയ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവർക്കൊക്കെ പുതിയതായിട്ട് പുതിയ കാർഡ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലീക്കായ സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ വിഷയമുള്ള സംഭവമൊന്നും വരില്ല. അതുപോലെ തന്നെ അവർ പ്രോമിസും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാര്യത്തിനിടെ ഈ സംഭവത്തിൽ വെച്ചിട്ട് ആർക്കെങ്കിലും ഫൈനാൻഷ്യൽ ഫ്രോഡ് സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ICICI ബാങ്ക് ഏറ്റെടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവർ നോട്ടീസ് സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇനിയിപ്പോൾ വരാൻ സാധ്യത കുറവാന്ന് വെച്ചാൽ അവരെല്ലാം ഇപ്പോൾ ലീക്കായ എല്ലാ ക്രെഡിറ്റ് കാർഡുകളും ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഭയങ്കരമായിട്ട് ഒരു ICICI ബാങ്കിന്റെ സൈഡിൽ നിന്ന് വന്നൊരു സെക്യൂരിറ്റി പ്രോബ്ലം തന്നെയാണ്. ICICI ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലത്തെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്, നിങ്ങൾക്കറിയാം. പക്ഷെ അവരുടെ ക്രെഡിറ്റ് കാർഡ്സ് ഡിപ്പാർട്ട്മെന്റ് കുറച്ച് മോശം തന്നെ വേണമെങ്കിൽ പറയണം. എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ പുതിയ ക്രെഡിറ്റ് കാർഡ്സുകളൊന്നും ലോഞ്ച് ആവുന്നില്ല. ഇപ്പോഴും പഴയ ക്രെഡിറ്റ് കാർഡ്സുകൾ തന്നെയാണ് ആൾക്കാർ ഇപ്പോൾ കൂടുതൽ ഏറ്റെടുക്കുന്നത്. ആമസോൺ ICICI കാർഡായിരിക്കും. അല്ലാണ്ട് അവരെ വേറെ ക്രെഡിറ്റ് കാർഡ് എനിക്ക് എത്ര അധികം സെയിൽ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഒന്നും ഇറക്കുന്നില്ല പുതിയതൊന്നും. ഞാൻ അവരുടെ 3 ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ എത്ര കാലം ഒരു പുതിയ ക്രെഡിറ്റ് കാർഡ് ICICI ബാങ്ക് വന്നിട്ട്. അപ്പോൾ അത് ഒരു പരാജയം തന്നെയാണ്. ഇപ്പോൾ റീസെന്റ് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടുണ്ടോ, നമ്മുടെ RBI കോട്ടക്സ് മഹീന്ദ്ര ബാങ്കിനെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ കാരണം ബാൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ICICI ബാങ്കിന് മിക്കതും പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാ ബാങ്കും ബാൻ ആവാനുള്ള വഴിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പരാജയം തന്നെ വേണമെങ്കിൽ പറയാം. ICICI ബാങ്കിന്റെ സൈഡിൽ നിന്ന് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു പ്രോബ്ലമാണ് സെക്യൂരിറ്റി ഇഷ്യൂ. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ലീക്ക് ആവുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ പ്രോബ്ലം അല്ല. എന്ന് വെച്ചാൽ എത്ര അധികം ആൾക്കാരുടെ ഡാറ്റാസ് ബ്രീച്ച് ആയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഫൈനാൻഷ്യലി സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ ചിലപ്പോൾ നമ്മുടെ ഇൻകത്തിന്റെ 3 ഇരട്ടി 4 ഇരട്ടിയൊക്കെ ചിലപ്പോൾ ലിമിറ്റഡ് ആയിരിക്കും. അതൊക്കെ ഒരാളുടെ വെച്ച് പോയി കഴിഞ്ഞാൽ അവർക്ക് എത്ര ഫൈനാൻഷ്യലി പ്രോബ്ലംസ് വരാം. അപ്പൊ അങ്ങനെ കുറെ പ്രോബ്ലങ്ങളുണ്ട്. ഇവര് സീരിയസ് എടുക്കാത്തതാണോ എന്താ സംഭവം എന്നറിയില്ല. RBI ഇത് ഒന്നുകൂടി നല്ല ഹാർഡാക്കി റൂൾസും സംഭവങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാലേ രക്ഷയുള്ളൂ. ഇത് ഇന്ത്യയിലത്തെ സ്ഥിരം സംഭവമാണെന്ന് വെച്ചാൽ നമ്മളെ ഈ ബ്രാൻഡുകളും കമ്പനികളും ഒക്കെ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കില്ലേ. കറക്റ്റ് ആയിട്ടൊരു ലോ ഇല്ല, ഒന്നും ഇല്ലാത്ത കാരണം ഇപ്പോൾ നമ്മുടെ എന്താ പറയാ കൺസ്യൂമർ റൈറ്റ്സ് തന്നെ നോക്കിയാൽ മതി. നമ്മളിപ്പോൾ എത്ര കമ്പനികളാണ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൺസ്യൂമർ റൂൾസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കൺട്രിയിലൊക്കെയാണ്. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും അവർക്ക് വൻ പേടിയാണ്. യൂറോപ്പിലൊന്നും ഇതുപോലെ ആൾക്കാരെ പറ്റിക്കില്ല. നമ്മൾക്കിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ എത്ര ഫോൺ കമ്പനീസാണ് അപ്ഡേറ്റ് ഒന്നായിട്ട് നമ്മുടെ ഫോൺ അടിച്ച് പോയിട്ട് നമ്മുടെ കാശ് വാങ്ങിച്ചിട്ട് ശരിയാക്കുന്നത്. ഇതൊക്കെ അവിടെ ആണെങ്കിലല്ലോ അപ്പോൾ പണി കിട്ടി. ഇപ്പോൾ ആപ്പിളിനൊക്കെ പണി കിട്ടിയില്ല യൂറോപ്യൻ യൂണിയന്. അതുപോലത്തെ കറക്റ്റായിട്ട് റൂൾ. ഇത് കറപ്ഷന്റെ മെയിൻ പ്രോബ്ലം ഇതാണ്.
അപ്പോൾ ഇത് ഭയങ്കര ഇഷ്യൂ ആണ് ശരിക്കും ICICI ബാങ്ക്. നമ്മൾ പറഞ്ഞു വന്ന് കറപ്ഷനിലേക്ക് എത്തി. അപ്പോൾ ICICI ബാങ്കിന്റെ നിങ്ങൾ പുതിയ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുക, റീപ്ലേസ്മെന്റ് ഓർഡർ ചെയ്യാം കേട്ടോ. നമ്മുടെ iMobile ആപ്പ് ത്രൂ തന്നെ ചെയ്യാം. ഒരു 1 മന്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 15 ഡേയ്സിനുള്ളിലൊക്കെ എടുത്ത ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കാർഡ് ഓൾറെഡി ഡെലിവർ ആയി നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതൊന്ന് ബ്ലോക്ക് ചെയ്തിട്ട് റീപ്ലേസ്മെന്റ് ഓർഡർ ആയിരിക്കും നല്ലതാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് റീപ്ലേസ്മെന്റ് നോർമലി ചാർജ് ചെയ്യാറില്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ പരിപാടി ഒന്നും എന്തായാലും ചാർജ് വരാൻ സാധ്യതയില്ല. ഇത് ആമസോൺ ICICI കാർഡിനും എല്ലാ കോബ്രാൻഡ് ക്രെഡിറ്റ് കാർഡിനും ബാധകമാണ് കേട്ടോ. അല്ലാണ്ട് ആമസോൺ ICICI കാർഡ് ഇതിൽ പെടാത്ത സംഭവമൊന്നുമല്ല. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും ഈ കൂട്ടത്തിൽ ഈ ഇത്രയധികം പെർസെൻറ്റേജ് എടുത്തിരിക്കുന്ന ആൾക്കാരിൽ മിക്കത് ആമസോൺ ICICI കാർഡായിരിക്കും മെജോറിറ്റി. അപ്പോൾ അവർക്കും ബാധകമാണ്. അവരുടെ കാർഡും ബ്ലോക്ക് ചെയ്തിട്ട് റീപ്ലേസ്മെന്റ് ഓർഡർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ സംഭവം ഷെയർ ചെയ്യാൻ വന്നു വെച്ചാൽ നമ്മുടെ നോർത്ത് ചാനലും ഹിന്ദി ചാനൽസിലൊക്കെ ഇതിന്റെ വീഡിയോസ് ഇഷ്ടം പോലെ ഇപ്പോൾ ഇന്ന് തന്നെ എല്ലാം ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മലയാളത്തിൽ ഭയങ്കര കുറവാണല്ലോ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്, പ്രത്യേകിച്ച് ഫൈനാൻസ് സംഭവത്തിൽ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം, സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് എന്തായാലും കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണുന്നവരെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ പുതിയ ചാനൽ JCB വേൾഡ് കാണുന്നവരെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. എന്തായാലും സംശയിക്കേണ്ട കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. ബൈ.